ഗിരിയേട്ടാ, ഡോക്ടർ വരുന്നുണ്ട്. How are you, Mr. Giri? രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഡോക്ടർ. വേദന കൊണ്ട് പൊളയായിരുന്നു. ഈ ടാബ്ലറ്റ്സ് 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. ശരി. പിന്നെ മിസ്റ്റർ ശ്യാം വരുമ്പോ എന്നെ അത്യാവശ്യമായി ഒന്ന് കാണാൻ പറയണം. ഓക്കെ? ശരി ഡോക്ടർ. അല്പം കൂടി ഡോസ് കൂടിയ പെയിൻ കില്ലർ അല്ലേ ശാലു? ഞാനിപ്പോ വരാം. ഡോക്ടർ. എന്താ കുട്ടി? ഗിരിയേട്ടനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോ ചികിത്സ കൊണ്ടൊന്നും കാര്യമില്ലെന്നാണോ? ഏയ്, കുട്ടി എന്തായി പറയുന്നത്? ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണല്ല കുട്ടി കരുതുന്ന പോലെ അല്ല. ഒക്കെ ഡീറ്റെയിൽ ആയി ശ്യാമിനോട് പറഞ്ഞതാണല്ലോ. ശ്യാം പറഞ്ഞില്ലേ? ഉവ്വ്, ശ്യാമേട്ടൻ പറഞ്ഞിരുന്നു. എന്നാലും പേടിക്കേണ്ട കുട്ടി, ഒന്നും സംഭവിക്കില്ല. ഈ അവസ്ഥയിൽ പേഷ്യന്റിന് കൂടുതൽ ധൈര്യം കൊടുക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനാദ്യം നിങ്ങളിൽ പ്രതീക്ഷയുണ്ടാവണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ സർ, എന്റെ ഗിരിയേട്ടന്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടുന്ന സാറിന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഡോക്ടർ ഷിബു ജയരാജുമായി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുട്ടി ധൈര്യമായിരിക്കും. ഞാനല്ലേ കുട്ടി പറയുന്നത്. ചെല്ല്. ഇപ്പൊ ഗിരിക്ക് കുട്ടിയുടെ പ്രസൻസ് മാത്രമാണ് അത്യാവശ്യം. ശ്യാമോ, വരൂ. ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? അല്ല, ഇങ്ങോട്ട് പോന്നോണ്ട് ചോദിച്ചതാ. അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ ശ്യാം? എന്താ കാര്യം? വരൂ. ശ്യാമി, ഉണ്ടെന്ന് ഇനി എന്റെ മുമ്പിൽ ആർക്കും നാടകം കളിക്കാവുന്ന കരുതണ്ട. എല്ലാം എനിക്കറിയാം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏയ് മിസ്റ്റർ, നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖമില്ലേ? നിങ്ങൾ എന്തർത്ഥത്തിലാ എന്നോട് സംസാരിക്കുന്നത്? അതും അല്ലെങ്കിൽ എന്ത് അധികാരത്തിലാ? മോളെ, നീ എന്താ ഈ പറയുന്നേ? മിണ്ടി പോകരുത്. നിങ്ങളൊക്കെ കൂടി കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പേരിലല്ലേ ഇങ്ങനെ ആർക്കും കയറി വന്ന് ഇവിടെ എന്തും പറയാവുന്ന അവസ്ഥയിലായത്? ക്ലാരെ, ഞാൻ തന്റെ അഭിനയം കാണാൻ വേണ്ടി വന്നല്ല. മര്യാദയുടെ അതിരുകൾ ലംഘിച്ചിട്ടും സ്വയം അടങ്ങുന്നത് ആരെയും പേടിച്ചിട്ടുമല്ല. പിന്നെ പ്ലീസ് ക്ലാര, ഇനിയും എന്തിനാ നമ്മൾ തമ്മിലൊരു മത്സരം? സ്നേഹ എന്റെ മോളാണ്. അവളെ എനിക്ക് തിരിച്ചു തന്നേക്ക്. നിങ്ങളുടെ മോളോ എന്നാര് പറഞ്ഞു? സ്നേഹ എന്റെ മോളാണ്. ഞാൻ പ്രസവിച്ച എന്റെ മകൾ. അങ്ങനെ ഒരു മകള് ക്ലാരയ്ക്കുണ്ടായിരുന്നു, മൈക്കിളിന്റെ മകള്. പക്ഷെ ആ കുഞ്ഞിന് ജീവിച്ചിരിക്കുന്നില്ല. ഇപ്പൊ ക്ലാര വളർത്തുന്നത് എന്റെ കുഞ്ഞിനെയാണ്. എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞിനെ. അല്ല, അവൾ എന്റെ മോളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കിനി ആരോട് സംസാരിക്കണ്ട, ഒന്നും കേൾക്കാൻ വേണ്ട. നിക്ക്. കേൾക്കണം. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. തീരുമാനം ഉണ്ടാവുകയും വേണം. എന്ത് തീരുമാനം? നിങ്ങൾ മാറുന്നുണ്ടോ? വേണ്ട. നിങ്ങൾ അത് തന്നെയാണോ വീണ്ടും പറയുന്നത്? ശരി, ഞാൻ സമ്മതിച്ചു. സ്നേഹ നിങ്ങളുടെ കുഞ്ഞാണ്. അതിനെന്താ തെളിവ്? അതാദ്യം പറ. തെളിവോ? എന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഞാൻ ഇവിടെ എത്തിയില്ലേ?
അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കൊള്ളാം. ഇങ്ങനെ നിങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു ചെന്നു? നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് കരുതി അന്യരുടെ കുഞ്ഞിന് മേൽ അവകാശവാദവും പറഞ്ഞ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതേ ഒരു മാനസിക രോഗമാണ്. ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ നാട്ടിൽ എത്രയോ അനാഥാലയങ്ങളുണ്ട്, അവിടേക്ക് ചെന്നൂടെ? സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് ഏതെങ്കിലും ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കേണ്ട ആവശ്യം ഇപ്പൊ എനിക്കില്ല. രക്തത്തിൽ പിറന്ന കുഞ്ഞെന്ന് പല ആവർത്തിയായി നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മ ആരാണ്? നിങ്ങളുടെ ഭാര്യ ഗംഗയോ അതോ മറ്റാരെങ്കിലോ? പറ, അതോടൊന്ന് അറിയട്ടെ. എന്താ, ഒന്നും പറയാനില്ലേ? നിങ്ങൾ അവകാശവാദം പറയുന്ന ഈ കുഞ്ഞ് നിങ്ങളുടെ ചോരയാണെങ്കിൽ അവളുടെ അമ്മ എവിടെ? അവള് വരട്ടെ, അവള് പറയട്ടെ. മദർ മാർഗറ്റും എന്റെ നാവടപ്പിച്ച് ഇതേ വാക്കുകൾ കൊണ്ടാണ്. പക്ഷെ ഇതെന്റെ തോൽവിയായിട്ട് കരുതരുത്. വിദ്യാസമ്പന്നയായ ക്ലാര ഒരു വിഡ്ഢിയല്ലാന്ന് ഞാൻ കരുതുന്നു. ഞാൻ തെളിയിക്കും, ഒക്കെ ഞാൻ തെളിയിക്കും. പക്ഷേ അതിനു മുമ്പ് എന്റെ കുഞ്ഞിനെയും കൊണ്ട് മൈക്കിളിനോടൊപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതരുത്. അത് വെറും വ്യാമോഹം മാത്രമാണ്. എനിക്കൊരാളെയും കൂടി ഒന്ന് കാണണം. അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് ഇത്രയും നാൾ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളെ, അഡ്വക്കേറ്റ് ജേക്കബ് തരകനെ. ഒക്കെ എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ ആന്റി? എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ആത്മാർത്ഥത നിറഞ്ഞാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. വട്ടെ. ശ്യാം, എടോ ശ്യാമേ, താനിത് എവിടെയായിരുന്നു? ആ ഗോവിന്ദനാരെ ഇത്രയും നേരം തന്നെയും കാത്തുവിട്ടിരിക്കുകയായിരുന്നു. അയാളുടെ മരുമകൻ മൊഴി മാറ്റി പറയാൻ സമ്മതിച്ചെന്ന്. താനെന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താ മൗനവ്രതത്തിലാ? എന്നതാടോ, എന്നതാ വല്ലാതെ? ശ്യാം, തനിക്കിത് എന്നതാ പറ്റിയത്? എന്തെങ്കിലും ഒന്ന് പറയടോ. പറയാം. എന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ സാറിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാത്തിനും സാർ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് ഉറപ്പ് തരണം, എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാവുന്ന സാർ എനിക്ക് ഉറപ്പ് തരണം. താൻ കാര്യം പറയടോ. സാർ പ്രോമിസ് ചെയ്യും. കഴിയില്ലല്ലേ? എന്നതാ ശ്യാം ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ നടിക്കുന്നു എന്ന് പറയുന്നതല്ലേ സാർ കൂടുതൽ ശരി? ശ്യാം, താനെന്തോ ഉള്ളി വെച്ചോണ്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്രയും കാലമെല്ലാം ഉള്ളി വെച്ചോണ്ടിരുന്നത് സാറല്ലേ? താൻ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് സാർ ഇനി ഈ അഭിനയം? ഒന്ന് മതിയാക്കിക്കൂടെ? അഭിനയോ? അതെ, അഭിനയം തന്നെ. ഞാനൊഴികെ എല്ലാവരും അഭിനയിക്കുക, നന്നായിട്ട് അഭിനയിക്കുക, എന്നെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സാറെങ്കിലും എന്നും എന്റെ കൂടെ ഉണ്ടാവും ഞാൻ കരുതി. ഗുരുനാഥനായിട്ട് മാത്രമല്ല, അച്ഛന്റെയും സുഹൃത്തിന്റെയും ഒക്കെ സ്ഥാനമായിരുന്നു സാറിന് എന്റെ മനസ്സിൽ. പക്ഷെ സാറും എന്നെ കബളിപ്പിക്കുകയായിരുന്നു. ശ്യാം, എനിക്കറിയാമായിരുന്നു ഒരു ദിവസം ഇതുപോലെ തൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന്. ആ ദിവസമാണെന്ന്. ഞാൻ വല്ലാത്ത ഭീതിയോടെ കാത്തിരുന്ന ദിവസം. താൻ പറഞ്ഞുവല്ലോ ഞാൻ തന്നെ കബളിപ്പിച്ചുവെന്ന്. ഇല്ല ശ്യാം, ഞാൻ തന്നെ കബളിപ്പിച്ചിട്ടില്ല. ഉരുകയായിരുന്നു ഞാൻ. താൻ മുമ്പിൽ വരുമ്പോഴൊക്കെ തെളിയെ നിൽക്കുന്ന പ്രതീതിയായിരുന്നു എനിക്ക്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ശ്യാം. താൻ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്.
എങ്കിൽ എന്തിനായിരുന്നു സാർ എല്ലാം എന്നെ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്? എന്റെ കുഞ്ഞ് സാറിന്റെ വീട്ടിൽ വളരുമ്പോഴും കുരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കുന്ന പോലെ എനിക്ക് ധൈര്യം എല്ലാത്തിനും കൂടെ നിന്നത്. ശ്യാം, താൻ അങ്ങനൊന്നും പറയരുത്. താൻ പറഞ്ഞുവല്ലോ, ഗുരുനാഥനായിട്ടല്ല, അച്ഛനെ പോലെയും സുഹൃത്തിനെ പോലെയൊക്കെയാണ് താൻ എന്നെ കാണുന്നതെന്ന്. ഞാൻ ഒരിക്കലും മറിച്ചു കണ്ടിട്ടില്ല ശ്യാം. പക്ഷേ എൻ്റെ മകൾ, എൻ്റെ ക്ലാരമോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ആണ് ഞാൻ എല്ലാം ഒളിച്ചു വെച്ചത്. വിഷക്കുപ്പിയും തലക്കീഴി വെച്ചുകൊണ്ട് ഉറങ്ങുന്ന മകൾക്ക് കാവലിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എല്ലാം ഞാൻ തൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാരെ മാത്രമല്ല, തനിക്ക് തൻ്റെ കുഞ്ഞിനെയും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമായിരുന്നു. പപ്പയ്ക്ക് അയാൾ പ്രിയപ്പെട്ടവനായിരിക്കാം, പക്ഷേ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അയാളെയാണ്. പപ്പയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ? മോളെ, എന്തായാലും എല്ലാം എല്ലാവരും അറിഞ്ഞു. ശ്യാമിന്റെ കുഞ്ഞാണ് സ്നേഹ എന്നുള്ള കാര്യം സത്യവുമാണ്. ഇനിയും ഈ കടുംപിടുത്തം വേണോ? എന്ന് വെച്ചാൽ സ്നേഹമോളെ ഞാൻ അയാൾക്ക് കൊടുക്കണമെന്ന് അല്ലേ? അതല്ലേ മോളെ അതിന്റെ ശരി? എന്ത് ശരി? പപ്പയും അത് തന്നെയാണോ പറയുന്നത്? മോളെ, എന്നായാലും നിനക്ക് സ്നേഹമോളെ പിരിഞ്ഞല്ലേ തീരൂ. ദേ, അവളെ അന്വേഷിച്ചു വന്നിരിക്കുന്ന അന്യരാരും അല്ലല്ലോ, അവിടെ സ്വന്തം അച്ഛനല്ലേ. പപ്പ പ്ലീസ്, ഇതേക്കുറിച്ചൊക്കെ ഞാനൊരു 1000 ആവർത്തി പപ്പയോടും മമ്മിയോടും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സ്നേഹമോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കൊടുക്കാം. അതിന് അവകാശമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അവളുടെ അമ്മ രേണുകയ്ക്ക് മാത്രം. വരട്ടെ, അവള് വരട്ടെ. ആ കുട്ടിയുടെ അവസ്ഥ അതെന്തോ ആവട്ടെ. ഏതായാലും തൽക്കാലം എന്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ പോകും. മൈക്കിളിനോടൊപ്പം ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോകും. നമ്മളിനി എന്നാ ചെയ്യൂ അച്ചായ? എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. നാളെ ശ്യാമിനോട് ഞാൻ എന്ത് പറയും? മേ ഐ കമിങ് സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശ്യാമപ്രസാദ് എന്നാണ്. ഞാൻ പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ഞാൻ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. കുട്ടിയുടെ പേര് പറയൂ. സ്നേഹ. ഏത് സ്റ്റാൻഡേർഡിലാ? UKG. ജസ്റ്റ് എ മിനിറ്റ്. സ്നേഹ, ഡോട്ടർ ഓഫ് ക്ലാര തിലകൻ, ബത്ലഹേം ഹൗസ്. അതെ സാർ, ആ കുട്ടി തന്നെ. ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾ ആ കുട്ടിയുടെ ആരാ? ഞാൻ കുട്ടിയുടെ ഒരു അടുത്ത ബന്ധുവാണ്. സ്നേഹയ്ക്ക് എന്നോട് നല്ല അടുപ്പമാണ് സാർ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വളരെ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത്. കുട്ടികളെ കാണാൻ പലരും ഇവിടെ വരാറുണ്ട്. അവരിൽ നിന്നെല്ലാം സ്ട്രോങ് ആയി പ്രൂഫ് വാങ്ങിയതിനു ശേഷമേ ആരെയും ഞങ്ങൾ കാണാൻ അനുവദിക്കാറുള്ളൂ.
എസ്പെഷ്യലി സ്നേഹയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം സ്നേഹയുടെ പാരൻസിന് മാത്രമല്ലാതെ മറ്റാരെയും കുട്ടിയെ കാണാൻ അനുവദിക്കരുതെന്ന് അതിൻ്റെ ഗാർഡിയൻസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അഡ്വക്കേറ്റാണ് സാർ. ഓ ഐ സി. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മിസ്റ്റർ ശ്യാം പ്രസാദിന് നന്നായിട്ട് അറിയാമല്ലോ. സാർ, ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. പ്ലീസ് സാർ. സോറി മിസ്റ്റർ ശ്യാമപ്രസാദ്, ദയവായി ഞങ്ങളോട് സഹകരിക്കണം. സ്നേഹയുടെ കാര്യത്തിൽ ഞങ്ങൾ സ്ട്രിക്റ്റാണ്. വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തുതരാം. മിസ് ക്ലാര തിരകനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോൾ സമ്മതിച്ചേക്കും. വേണ്ട സാർ. ഇവിടെ പഠിക്കുന്ന സ്നേഹ എന്ന് പറയുന്ന കുട്ടി ഏത് റൂമിലാണെന്ന് അറിയാം? അവിടെയാണ് സാർ. ലെഫ്റ്റ് സൈഡിൽ. ആ. ഹലോ. ഹലോ, മിസ് ക്ലാര തിരകനല്ലേ? അതെ. മാഡം, ഇത് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. എന്താ സർ? സ്നേഹയെ കാണാൻ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് വന്നിരുന്നു. എന്നിട്ട് കാണാൻ അനുവദിച്ചോ? ഇല്ല മാഡം, ആര് വന്നാലും കാണാൻ അനുവാദം കൊടുക്കരുതെന്ന് മാഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? സ്നേഹമോളെ അയാൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല മാഡം. എന്നിട്ട് എന്ത് പറഞ്ഞു അയാള്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ മാഡത്തിന് ഫോൺ ചെയ്ത് ചോദിച്ച ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഫോൺ ചെയ്യാൻ അയാൾ സമ്മതിച്ചില്ല. ഞാനല്ലാതെ സ്നേഹമോളെ തിരക്കി ഇനി ആര് വന്നാലും ശരി, കാണാൻ അനുവദിക്കരുത്. ഇല്ല മാഡം, വി ആർ ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി അബൌട്ട് സ്നേഹ. ഷുവർലി. കുട്ടിയെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ അയാളോട് തീർത്ത് പറഞ്ഞു. അയാൾ മടങ്ങി പോവുകയും ചെയ്തു. അയാൾ ഇനിയും വരും. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് അയാൾ വരുന്നത്. സ്കൂളിന്റെ ഗേറ്റ് കടക്കാൻ പോലും അയാളെ അനുവദിക്കരുത്. ഡോണ്ട് വറി മാഡം, ഞങ്ങളെ വിശ്വസിച്ചോളൂ. ആരെയും കാണാൻ അനുവദിക്കില്ല മാഡം. പോരെ? അവകാശം കാണിക്കാൻ അയാൾ സ്കൂളിൽ ചെന്നിരുന്നു. ക്ലാരെ, നീ കുറച്ചുകൂടി ബുദ്ധിയും പക്വതയൊക്കെ കാണിക്കണം. ഇതൊരുമാതിരി കൊച്ചു പിള്ളേരെ കൂട്ട്. ഞാൻ എന്ത് ബുദ്ധിമോശം കാട്ടിന്നാ? കുഞ്ഞിന്റെ കാര്യത്തിൽ നീ ഈ കാണിക്കുന്ന വാശിയും ദേഷ്യമൊക്കെ നല്ലതിനല്ല. എന്റെ മോള് വെറുതെ കണ്ണടച്ചിരിട്ടാക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ മമ്മി പറയുന്നേ? ശ്യാം ഒന്ന് കുഞ്ഞിനെ കണ്ടുപോയാൽ എന്താടി കുഴപ്പം? അതവന്റെ അവകാശമാ. ഈ കാര്യത്തിൽ ശ്യാമിനോട് മത്സരിക്കാൻ പോയാൽ തോൽവി എന്റെ മോക്കായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവളാ ഞാൻ.
സ്നേഹയുടെ കാര്യത്തിൽ എനിക്ക് തോൽവിയാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെയും വന്നിരുന്നു. പക്ഷേ സ്നേഹമോൾ അയാളുടെ കുഞ്ഞാണെന്ന കാര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. എങ്കിലും അയാൾക്കതറിയാം. അതെ മദർ, അയാൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. സ്നേഹമോളെ കാണാൻ അയാൾ സ്കൂളിലും ചെന്നിരുന്നു. അയാൾ എന്റെ മോളെ കൊണ്ടുപോകും മദർ. അതിനു മുമ്പ് ഞങ്ങൾക്ക് പോണം. മൈക്കിളിനോടൊപ്പം ഞങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോണം മദർ. മദർ, മൈക്കിളിനെ ഒന്ന് വിളിക്ക്. അതിപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ ക്ലാരെ? മൈക്കിൾ അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അധികം വൈകാൻ പാടില്ല മദർ. എത്രയും പെട്ടെന്ന് വേണം. സ്നേഹമോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ആപത്താണ്. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? അത്ര പെട്ടെന്നൊന്നും സ്നേഹമോളെ ആർക്കും കൊണ്ടുപോകാൻ ഒക്കില്ല. ഇവിടെ കോടതി നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല മദർ. എല്ലാവരും നമുക്കെതിരാ. പപ്പ പോലും ഏത് നിമിഷവും ചോട് മാറിയേക്കാം. മദരെന്താ ഒന്നും മിണ്ടാത്തത്? അതല്ല ക്ലാരെ, ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എന്ത് കാര്യം? മൈക്കിളും ക്ലാരയും ചേർന്ന് സ്നേഹമോളെ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം സഭാസമക്ഷം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള അനുമതി കിട്ടുന്നതിന് മുമ്പ് കുട്ടിയെയും കൊണ്ട് പെട്ടെന്നുള്ള എസ്കേപ്പ് സംശയത്തിനിടയാക്കില്ലേ? ബിഷപ്പിനോട് മദർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? മദർ പറഞ്ഞ ബിഷപ്പ് മറുത്തൊന്നും പറയില്ല. ഇല്ലായിരിക്കാം. പക്ഷേ ആ ശ്യാം, അയാള് സഭയെ സമീപിച്ചാലോ? അയാളൊരു അഡ്വക്കേറ്റാണ്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് മാഗിയമ്മ ഞാൻ പറഞ്ഞത്. മാഗിയമ്മയുടെ അറിവോടുകൂടിയല്ല ഞങ്ങൾ പോയതെന്ന് വരുത്തി തീർത്താ പോരെ? ദോഷം വരുന്ന ഒരു പ്രവൃത്തിക്കും മാഗിയമ്മ കൂട്ടുനിൽക്കില്ലെന്ന് സഭയ്ക്കും ബിഷപ്പിനും എല്ലാം ബോധ്യമുള്ളതല്ലേ? അതുകൊണ്ട് മാത്രം ആയില്ല ക്ലാരെ. സഭാ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ നിനക്കും അറിവുള്ളതാണല്ലോ. അപ്പോ മദറും എന്നെ കൈവിടുകയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതായാലും ബിഷപ്പിനോട് ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി യാത്രയ്ക്കുള്ള തീരുമാനത്തിന് മാറ്റം വരുത്തണ്ട. അത് അതിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ. തിടുക്കം കൂട്ടുകയും വേണ്ട.